യുഎഇയിലും ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷം വിപുലമായി നടന്നു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പതാക ഉയർത്തി. അബുദാബിയിലും ഷാർജയിലും ഉൾപ്പെടെ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ദുബായിൽ പുലർച്ചെ പെയ്ത മഴയുടെ പശ്ചാത്തലത്തിലാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടന്നത്. കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ദേശീയ പതാക ഉയർത്തി. ഇന്ത്യയും യുഎഇയുമായുള്ള നയതന്ത്ര വ്യാപാര സൗഹൃദ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ച കോൺസുൽ ജനറൽ രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലെ പ്രസക്ത ഭാഗങ്ങൾ വായിച്ചു. FOI യുവ ടീം അവതരിപ്പിച്ച സമൂഹ നൃത്തം, ദേശഭക്തി ഗാനാലാപനം തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി. During the recent visit by the Honorable President of UAE, His Highness Sheikh Mohammed bin Zayed Al Nahyan last week to India, the bilateral relations reached new heights. There were various agreements signed. A landmark 10-year LNG supply agreement enhancing India's energy security and positioning UAE as a key long-term energy partner. Beyond energy, both nations signed letters of intent and agreements on defense collaboration, space technology cooperation and infrastructure investment. അബുദാബി ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ യുഎഇയിലെ ഇന്ത്യൻ സ്ഥാനപതി ദീപക് മിത്തൽ ദേശീയ പതാക ഉയർത്തി. വിവിധ കലാപരിപാടികളും നടന്നു. With the young students and of all age groups being here with the flags held high with the pride. So it's a matter of great pride for me moment to see you, join you all this morning with the pride which you display in your hearts, in your hands, in your minds. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയിലും ഷാർജ ഇന്ത്യൻ സ്കൂളുകളിലും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നു. അസോസിയേഷനിൽ ഇന്ത്യൻ കോൺസുലേറ്റിലെ കോൺസൽ AK ജോൺ ദേശീയ പതാക ഉയർത്തി. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.